എല്ലാവർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ കൃഷ്ണഗാഥ സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ? ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടപ്പോൾ സൗണ്ട് എന്തോ കിട്ടുന്നില്ലായിരുന്നു, ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഒന്നും കൂടെ വീഡിയോ ചെയ്യുന്നത്. അപ്പം നമ്മുടെ കൃഷ്ണ വിഷമിച്ചിങ്ങനെ കിടക്കുകയാണ്. അങ്ങനെ തങ്കം അടുത്ത് ചെന്നിട്ട് ഫുഡ് വാരി കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കൃഷ്ണ പറയും വേണ്ട, എനിക്ക് ഫുഡൊന്നും വേണ്ട എന്ന് പറയും. അപ്പോൾ തങ്കം പറയും അങ്ങനെ പറയല്ലേ മോളെ, എത്ര ദിവസമായി പിന്നെ പൂജ ബലി എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നു, എത്ര ദിവസമായി ഫുഡ് കഴിച്ചിട്ട്, അതുകൊണ്ട് ഫുഡ് കഴിച്ചേ പറ്റുള്ളൂ എന്ന് പറയണം. നാഗബലി കഴിഞ്ഞിട്ട് നേരെ നവീൻ്റെ അടുത്തേക്കല്ലേ പോയ നവീനെ ശുശ്രൂഷിക്കാൻ, അതുകൊണ്ട് മോളുടെ കോലം കണ്ടിട്ട് അമ്മയ്ക്ക് ആകെ വിഷമമാകുന്നൊക്കെ പറയുകയാണ്. അപ്പോൾ കൃഷ്ണ പറയുന്നു അത് കുഴപ്പമില്ല അമ്മേ, എനിക്ക് വേണ്ടാന്ന്. അപ്പോൾ പറയണം മോള് കഴിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ വാരി കൊടുക്കുകയാണ്. വാരി കൊടുക്കുമ്പോൾ രണ്ടുപേരും പൊട്ടിക്കരയുകയാണ്. അപ്പോൾ കൃഷ്ണ ചോദിക്കും അമ്മ എന്തിനാ കരയുന്നത് ചോദിക്കും. പെട്ടെന്ന് തങ്കം കണ്ണ് തുടച്ചിട്ട് പറയും അമ്മ എന്താ, അമ്മ കരയുന്നൊന്നുമില്ല എന്ന് പറയും. മോളൊന്ന് ചിരിച്ചാൽ അമ്മയുടെ കണ്ണീരെല്ലാം മാറുമെന്ന് പറയണം. മോളൊന്ന് ചിരിച്ചേന്ന് പറയും. അങ്ങനെ കൃഷ്ണ ഇങ്ങനെ ചെറു പുഞ്ചിരിയോടുകൂടി ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ്. അപ്പം തങ്കം പറയുന്നു മോള് വിഷമിക്കണ്ട, ദൈവം തീരുമാനിക്കുന്ന വഴിയിലൂടെ നമുക്ക് പോകാം. അത് മാനത്തേക്കാണെങ്കിൽ മാനത്തേക്ക്, അല്ലെങ്കിൽ പാതാളത്തേക്ക് പാതാളത്തേക്ക്. നമുക്കിതൊന്നും വിധിച്ചിട്ടൊന്നുമില്ല. നമ്മളിങ്ങനെ എന്നും നമുക്ക് നല്ല എന്താ പറയുക, നല്ല ഭാഗ്യങ്ങളൊന്നും കിട്ടത്തില്ല. നമ്മളിങ്ങനെ അങ്ങ് ജീവിച്ചു പോകാം. അമ്മയ്ക്ക് മോളും മോൾക്ക് അമ്മയും കൂട്ടായി എന്ന് പറയുകയാണ്. അങ്ങനെ അതിനുശേഷം പിന്നീട് കാണിക്കുന്ന കളരിക്കൽ വീടാണ്. കളരിക്കൽ വീട്ടിൽ മാണിക്കുഞ്ഞാണെങ്കിൽ നമ്മുടെ ആദ്യരാത്രി നവീൻ്റെയും ഗാഥയുടെ ആദ്യരാത്രിക്ക് വേണ്ടി ബെഡ്റൂമൊക്കെ അടിപൊളിയായിട്ട് ഇങ്ങനെ ഒരുക്കുകയാണ്. അങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ നവീൻ അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പം നവീൻ ചോദിക്കുന്നത് എന്താ മാണിക്കുഞ്ഞ് ഇതൊക്കെയെന്ന് ചോദിക്കുന്നു. അപ്പോൾ ചോദിക്കും സാർ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്, സാർ എന്താ കൊച്ചുകുട്ടികളെ പോലെ, സാർ ഒന്നും അറിയാത്ത പോലെയൊക്കെ ചിന്തിക്കുന്നത് എന്ന് പറയും. സാറിൻ്റെ അഭിനയമൊക്കെ എനിക്കറിയാമെന്ന് പറയും. സാറ് ഗാഥാ മേഡത്തിന് ഫുഡ് വാരി കൊടുക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ പറയും തൻ്റെ കണ്ണ് എവിടെയാണോ ഇവിടെ ഇരിക്കുന്നത്, ഞാൻ മാത്രമല്ല ഇവിടെയുള്ളവർക്ക് എല്ലാവർക്കും അറിയാം, പക്ഷേ എല്ലാവരും അങ്ങനെ പറയണ്ടെന്ന് പറഞ്ഞ് പറയാത്തതെന്ന് പറയും. ആ സമയത്താണ് കീർത്തി അതിലേ പോകുന്നത്. അപ്പോൾ കീർത്തി ചോദിക്കും എന്താ ഇവിടെയെന്ന്. അപ്പോൾ മാണിക്കുഞ്ഞ് പറയും കണ്ടോ ഇങ്ങോട്ട് ബാ നമുക്ക് മണിയറ ഒരുക്കാന്ന് പറയും. അപ്പോൾ പറയും നീ പോടാന്ന് പറയേ. എന്നിട്ട് കീർത്തി അങ്ങ് പോകും. അപ്പോൾ നവീൻ പറയും ഇനി അവളുടെ വായിലിരിക്കുന്ന കൂടെ നീ കേൾക്കണ്ടെന്ന് പറയും. അപ്പോഴാണ് സുമിത്ര അങ്ങോട്ടേക്ക് വരുന്നത്. അമ്മയ്ക്ക് അപ്പോൾ സുമിത്ര ചോദിക്കുക എന്താ ഇവിടെയെന്ന് ചോദിക്കും, രണ്ടുപേരും കൂടെ എന്ന് ചോദിക്കുക. അപ്പം നവീൻ പറയും മാണിക്കുഞ്ഞിൻ്റെ ബായിക്ക് ലൈസൻസ് ഇല്ല അമ്മയെന്ന് പറയാം. അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ മാണിക്കുഞ്ഞ് പറയും അമ്മേ നവീൻ സാറിൻ്റെ മുഖത്ത് നോക്കി ഒരു നാണമൊക്കെ ഇല്ലേന്ന് ചോദിക്കുക. അപ്പോൾ സുമിത്ര പറയാം ശരിയാ, ചെറിയ നാണമൊക്കെ ഉണ്ടെന്ന് പറയാം. അപ്പം നവീൻ പറയാം അമ്മയും ഇവൻ്റെ കൂടെ കൂടിക്കോ, ഞാൻ പോവാമെന്ന് പറഞ്ഞിട്ട് നവീൻ അങ്ങ് പോകുകയെ. പിന്നീട് കീർത്തി നമ്മുടെ നിർമ്മലയുടെ അടുത്ത് ചെന്നിട്ട് പറയും അമ്മയെ അമ്മായി വിളിക്കുന്നുണ്ടെന്ന് പറയും. എന്നെ എന്തിനാണെന്ന് ചോദിക്കുക. നവീൻ്റെ മണിയറ ഒരുക്കാനാണെന്ന് തോന്നുന്നു പറയും. അപ്പം നിർമ്മല പറയും അവൻ്റെ മണിയറ ഞാനെന്തിനാ ഒരുക്കുന്നു, ഞാനൊന്നും പോകത്തില്ലെന്ന് പറയും. അമ്മേ ചെല്ലമ്മയെന്ന് പറയും. അപ്പം നിർമ്മലയ്ക്ക് മനസ്സിലാകും കീർത്തി കളിയാക്കുന്നതാണെന്നേ. അപ്പോൾ നിർമ്മല ചോദിക്കും നീ എന്നെ കളിയാക്കുകയാണോ എന്ന് ചോദിക്കും. പിന്നല്ലാതെ അമ്മ എന്തൊക്കെ പറഞ്ഞെന്നെ പ്രലോഭിപ്പിച്ച്, എന്തൊക്കെ പറഞ്ഞെന്നെ മോഹിപ്പിച്ച്, ഇനി ഞാൻ എന്ത് ഇതിലാണ് ഇവിടെ ജീവിക്കേണ്ടത്, അമ്മയല്ലേ പറഞ്ഞ നവീൻ എനിക്കുള്ളത്, എന്നിട്ട് ഇപ്പം എന്തായി എന്ന് ചോദിക്കും. അപ്പോൾ പെട്ടെന്ന് തന്നെ നിർമ്മല ഫോൺ എടുത്ത് ഉദയനെ ഫോൺ വിളിക്കുകയാണ്. ഉദയേട്ട എവിടെ എത്തി എന്ന് പറയും. നിർമ്മല വെയിറ്റ് ചെയ്യും, ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ്, എല്ലാ സാധനങ്ങളും കിട്ടിയിട്ടുണ്ടെന്ന് പറയുകയാണ്. അപ്പം കീർത്തി ഇങ്ങനെ അത്ഭുതത്തോട് ചോദിക്കുക എന്താ ഇവിടെ സംഭവിക്കുന്നതെന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കൃഷ്ണ ദൈവത്തിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ ഈ താലിമാല ഞാൻ എന്ത് ചെയ്യണം, ഇതെൻ്റെ ജീവനാണ്, എനിക്കിത് കളയാൻ പറ്റില്ല, ദൈവമേ എനിക്കൊരു വഴി കാണിച്ചു തരണേ, ഞാൻ എന്ത് ചെയ്യണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഇതെൻ്റെ ശരീരത്തിൽ കിടക്കുമ്പോൾ എനിക്കൊരു ബലമാണെന്നൊക്കെ ദൈവത്തോട് പറയുകയാണ്. ആ സമയത്ത് തങ്ക അത് കേട്ടോണ്ട് വരും. അപ്പോൾ തങ്ക പറയും നീ ഒന്നും നോക്കണ്ട, അതങ്ങോട്ട് ഊരി വയ്ക്കാൻ പറയും. അപ്പോൾ പെട്ടെന്ന് അമ്മയെന്ന് വിളിക്കും കൃഷ്ണ. അമ്മ എന്തൊക്കെയാണ് അമ്മ ഈ പറയുന്നതെന്ന് ചോദിക്കും. അപ്പോൾ പറയും വേറൊന്നും അല്ല ഞാൻ പറഞ്ഞത് കറക്റ്റ് തന്നെ, നീ എല്ലാം മറന്നതല്ലേ, ഇനി ഇതൊന്നും നമുക്ക് വേണ്ടാന്ന് പറയും. അപ്പോൾ അങ്ങനെ നിനക്ക് പറ്റത്തില്ലെങ്കിൽ അമ്മ ഈ താലിമാല ഊരാന്ന് പറയും. ഒരു മകളുടെ താലിമാല അമ്മ ഊരുന്നത് എന്ത് പാവാണെന്ന് അറിയാം, എങ്കിലും സാരമല്ല എൻ്റെ മോളുടെ നന്മയ്ക്ക് വേണ്ടിയല്ലേ എന്ന് പറഞ്ഞിട്ട് ഈ താലിമാല പിടിച്ച് വലിക്കുമ്പോഴത്തേനും നാഗം പ്രത്യക്ഷപ്പെടുമ്പോഴത്തേനും തങ്കം പെട്ടെന്ന് താലിയിൽ കൈവിടും. അപ്പോൾ കൃഷ്ണയ്ക്ക് മനസ്സിലാവും. അപ്പോൾ കൃഷ്ണ ദൈവത്തോട് പ്രാർത്ഥിക്കും, ദൈവമേ നന്ദി എന്ന് പറയും. കണ്ടോ അമ്മേ, ഇത് എൻ്റെ കഴുത്തിൽ നിന്ന് ഊരാൻ പാടില്ല, നാഗം കാണിച്ചു തന്ന ഇതാണ്. അപ്പം രണ്ടുപേരും പ്രാർത്ഥിക്കുകയെ. പിന്നീട് വീണ്ടും നിർമ്മലയാണ് കാണിക്കുന്നത്. അപ്പോൾ നിർമ്മല ഉദയം വരുന്നു. ഉദയം വന്ന് സാധനങ്ങളൊക്കെ നിർമ്മലയുടെ കയ്യിൽ കൊടുക്കുകയാണ്. അപ്പോൾ അതിൽ നമ്മുടെ ഗാഥയെ കൊള്ളാനുള്ള മെഡിസിനാണ് ഇരിക്കുന്നത്. അപ്പോൾ കീർത്തി ചോദിക്കുക എന്താ അമ്മ ഇതൊക്കെ, എനിക്ക് ഇവിടെ പ്രശ്നങ്ങളാകാനാണ്, ഈ വീട്ടിൽ നിന്ന് പുറത്താകുക അതുപോലെ ജയിലിലും ആകുമെന്ന് പറയും. നീ ഒന്നും മിണ്ടാതിരിക്കടേ എന്ന് പറയും. അപ്പോൾ പറയും
ആദ്യ രാത്രിയിൽ അവളുടെ ദേഹത്ത് കുത്തിവെക്കണം. അവൾ മരിക്കും. നേരം വെളുക്കുന്നതിന് മുമ്പേ അവൾ മരിക്കും. പക്ഷേ അതിൻ്റെ ഇടയിൽ ഒരു നാഗത്തിനെയും കൂടെ നമുക്കിവിടെ എത്തിക്കണം. അതിനൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അപ്പം പെട്ടെന്ന് കീർത്തി പറയും, എന്നാൽ പിന്നെ നാഗത്തിനെ നവീൻ്റെ റൂമിലേക്ക് വിട്ടാൽ പോരെ. അപ്പം അവൾ ചോദിക്കും, അപ്പം നിർമ്മല ചോദിക്കും, എടി പൊട്ടി, ചിലപ്പോൾ ആ നാഗം നവീനെ കൊത്തുന്നതെങ്കിലോ. അതൊന്നും വേണ്ട, നാഗത്തിനെ ഇവിടെ എവിടെയെങ്കിലും കൊണ്ടുപോയി വിട്ടാൽ മതി, ഒരു പാമ്പാട്ടി ഏർപ്പാടാക്കിയിട്ടുണ്ടെന്ന് പറയും. അങ്ങനെയാണോ എന്ന് പറയും. അങ്ങനെ ഗാഥയെ കൊല്ലാൻ ഒരുക്കത്തിലാണ് നമ്മുടെ നിർമ്മലയും ഉദയനും കീർത്തിയും കൂടെ. എന്താകുമെന്ന് അറിയില്ല. അങ്ങനെ അവർ ആ മെഡിസിനൊക്കെ പിടിച്ച് നിൽക്കുകയാണ്. പിന്നീട് വീണ്ടും കാണിക്കുന്നത് നമ്മുടെ തങ്കത്തിനെയും കൃഷ്ണയാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ സുനന്ദയോട് ഗോപാലനോടും പറയുകയാണ്, ഇങ്ങനെ നാഗം പ്രത്യക്ഷപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ സുനന്ദ പറയും, എന്തൊരു അത്ഭുത തങ്കേച്ചി ഇതൊക്കെ. ശരിക്കും അപ്പോൾ കൃഷ്ണയുടെ കഴുത്തിൽ ആ താലി വേണമെന്ന് ദൈവത്തിൻ്റെ നിശ്ചയം തന്നെയാണ്. അപ്പോൾ ഗോപാലനും പറയും, അതെ, പിന്നെ കൃഷ്ണൻ നാഗപ്രസാദമുള്ള കുട്ടിയാണ്, അതുകൊണ്ടാണ് കളരിക്കലെത്തിയാലും അവിടുത്തെ എല്ലാ ദോഷങ്ങളും മാറ്റിയത്. അതുകൊണ്ട് കൃഷ്ണ നവീനുള്ളത് തന്നെയാണ്, ദൈവം അതിനുള്ള വഴി കാണിച്ചു തരും, നമുക്ക് വെയിറ്റ് ചെയ്യാമെന്ന് പറയുകയാണ്. ഇങ്ങനെയാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇന്നത്തെ എപ്പിസോഡിനായി വെയിറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.